ഹലോ കുട്ടീസ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂന്നുപേരും കൂടി ഇന്ന് കോട്ടയത്ത് പോവാണ്. ഞാനും ഏട്ടനും ടോണിയും കൂടിയാണ് കേട്ടോ. ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്ഥിരം കയറുന്നൊരു ഷോപ്പാണ് കേട്ടോ. അടൂർ എത്തുന്നതിന് മുമ്പുള്ളൊരു സ്പോട്ടിലാണ് ഈ പ്ലേസ് വന്നിട്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 11:45 കഴിഞ്ഞു. അപ്പോൾ ഉച്ച സമയമായി, രാവിലത്തെ ഫുഡ് സ്കിപ്പായി. അപ്പോൾ ഉച്ചയ്ക്ക് എന്തായാലും സദ്യ കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഏട്ടൻ ഇവിടെ കയറിയത്. അങ്ങനെ ഏട്ടൻ പറയുന്നത് കേട്ടിട്ട് ടോണിയും സദ്യയാണ് ഓർഡർ ചെയ്തത്. പക്ഷെ ഞാൻ എൻ്റെ ഡയറ്റിൻ്റെ ഭാഗമായി ചപ്പാത്തിയും ചിക്കൻ കറിയാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ വലിയ ഡയറ്റ് പ്ലാൻ ഒന്നും കീപ്പ് ചെയ്യുന്ന ആളല്ല ഞാൻ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രാസനത്തിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ എടുക്കാറുണ്ട്. എന്താ ബോഡിയൊക്കെ ഒന്ന് എന്താ കവിളൊക്കെ ചാടിയിട്ട് തടിയൊക്കെ ആയെന്ന് ഫീൽ ചെയ്യുമ്പോൾ. അങ്ങനെ ഓവർ തടിയൊന്നും ആവാറില്ല, എന്നാൽ പോലും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. നിങ്ങളങ്ങനെ എടുക്കുന്നുള്ള ആളാണെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാൻ ചപ്പാത്തി ചിക്കൻ കറിയാണ് ഓർഡർ ചെയ്തത്, അവർ സദ്യയാണ് ഓർഡർ ചെയ്തത്. ഫസ്റ്റ് അവർക്ക് ഇലയിൽ കിട്ടതേ നോക്ക് ടൂണിയുടെ വെയിറ്റിങ്ങിലാണ് സദ്യ വരാൻ. ഇവിടുത്തെ സദ്യ ഭയങ്കര സംഭവമാണെന്നാണ് ഏട്ടൻ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് സൂപ്പർ ഫുഡാണ് കേട്ടോ അവിടുത്തെ. ഞാനും കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്കറിയാം, ടേസ്റ്റ് അറിയാം. അവൾ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. അവൾ മുന്നേ വന്നപ്പോൾ ബിരിയാണി എന്തോ കഴിച്ചിട്ടില്ല. ഈ വഴി നമ്മൾ എപ്പോഴും പോകാറുണ്ട് കേട്ടോ. കോട്ടയത്തല്ല, നമ്മൾ പരിമല പള്ളിയിൽ പോകുന്ന വഴിക്ക് എപ്പോഴും ഫുഡ് കഴിക്കുന്ന കടയാണിത്. അപ്പോൾ ഇന്ന് നമ്മൾ കോട്ടയത്ത് പോവാണ്. അപ്പോൾ ആ ടീമിലാണ് ഇവിടെ കഴിക്കാമെന്ന് വിചാരിച്ചത്. സദ്യ സൂപ്പറാണെന്നാണ് ഏട്ടൻ പറയുന്നത്. നിനക്ക് വല്ല സദ്യയും മേടിച്ച് കഴിച്ചുകൂടെ എന്നൊക്കെയാണ് കേട്ടോ അവർ ചോദിക്കുന്നത്. ഈ കടയ്ക്ക് വേറൊരു കഥയും കൂടെ ഉണ്ട് ഗൈസ്. ഞാൻ മുന്നേ ഒരു വട്ടം വന്ന ടൈമിൽ ഇവിടെ ഭയങ്കര തിരക്കുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് എഴുന്നേറ്റ ടൈമിൽ ഞാനിവിടെ മൂടിടിച്ച് വീണ്. എല്ലാവരും കണ്ടു, എനിക്ക് എഴുന്നേക്കാൻ പറ്റാതെ ഭയങ്കര സീനായിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഓടി വന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുള്ളൊരു ഷോപ്പാണ്. അപ്പോൾ ഇപ്പോൾ പിന്നെ അതിന് ശേഷം എപ്പോൾ ഈ കടയിൽ പോയാലും മോളെ അന്ന് പോന്നപ്പോൾ കാലിന് എന്തെങ്കിലും പറ്റിയോ, ഹോസ്പിറ്റലിൽ പോയായിരുന്നോ, പ്ലാസ്റ്റർ ഇട്ടായിരുന്നോ, അങ്ങനെ ഒരുപാട് ചോദ്യം അവിടെ കട ഓണർ മുതൽ അവിടെ വർക്ക് ചെയ്യണവർ വരെ എല്ലാവരും വന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ ഒരു ഫേമസ് ആയ ഒരു കഥയും കൂടി ഉണ്ട് ഈ കടയ്ക്ക്. അപ്പോൾ ഈ കറിയും ആൻഡ് ഈ ചപ്പാത്തിയും ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ആൻഡ് ഇവിടുത്തെ ഫുഡ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആൻഡ് പൊതുവെ എപ്പോഴും ശബരിമല സീസണിലൊക്കെ ഇവിടെ വരുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. ആൻഡ് അവർക്ക് വേണ്ടിയിട്ട് സ്വാമിമാർക്കുള്ള സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളും ട്രൈ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, പരിമല പള്ളിയിൽ പോകുന്ന ടൈമിൽ എപ്പോഴും നമ്മൾ ഈ കടയിൽ കഴിക്കാറ്. നമ്മളൊരു ഹോംലി ഫുഡായിട്ട് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യും. ആൻഡ് അതുപോലെയാണ് അവർ സെർവ് ചെയ്യുന്നത്. ആൻഡ് അവർ ഭയങ്കര കമ്പനിയാണ് കേട്ടോ. അങ്ങനെ അതുമാത്രമല്ല, നമ്മളിവിടുത്തെ ഓണറിൻ്റെ അമ്മ നമ്മുടെ സീരിയൽ, രണ്ടുപേരുടെ സീരിയലിൻ്റെ ഭയങ്കര അഡിക്റ്റഡ് ആയിരുന്നു. രണ്ടുപേരുടെ സീരിയൽ കാണും. അപ്പോൾ അമ്മ അങ്ങനെ നമ്മൾ വരുമ്പോൾ എപ്പോഴും വരാറുണ്ട്, കാണാറുണ്ട്, സെൽഫി എടുക്കാറുണ്ട്. ആൻഡ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കൈ കഴുകാൻ പോയപ്പോൾ ഈ ചേച്ചിമാരെ കണ്ട് ഇവർ നമ്മളുടെ സീരിയലൊക്കെ കാണാറുണ്ട് ആൻഡ് വ്ളോഗൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷമായിരുന്നു. ആൻഡ് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ നമ്മളെ വ്ളോഗ് ആൻഡ് സീരിയലൊക്കെ കണ്ടവർ വന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക തരം ഫീലാണ് കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ബൈ.